ഒരു വ്യക്തിയെ ജീവിതത്തിൽ നിന്നും മറക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് ഈ വ്യക്തിയുടെ ഓർമ്മ ഇനി ഒരിക്കലും നിങ്ങളെ അലോരസപ്പെടുത്താൻ പാടില്ല. ആ വ്യക്തി പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകണം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ടാരോ ആചാരങ്ങൾ, റിച്വൽസ്, അതാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ടാരോയിലെ ചില കാർഡുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ചില ദിവസങ്ങളിൽ ചില റിച്വൽസ് വളരെ സിമ്പിളായിട്ട് നടത്തിക്കഴിഞ്ഞാൽ ഇത് സംഭവിക്കും എന്നാണ് ടാരോ പഠിക്കുന്ന അല്ലെങ്കിൽ ടാരോ പ്രാക്ടീസ് ചെയ്യുന്നവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട് ഞാൻ പറയുന്ന റിച്വൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ടാരോ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി ടാരോ കാർഡ് കയ്യിലില്ലെങ്കിലും ആ കാർഡ് ഗൂഗിൾ ചെയ്ത് അതിൻ്റെ ഇമേജ് മൊബൈലിലെടുത്ത് മൊബൈലിൽ നോക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആ ടാരോ കാർഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ്. ഞാൻ ടാരോ എൻ്റെ പാഷൻ കൊണ്ട് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കും. സോ ഐ ടീച്ച് ബോത്ത് എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ടാരോ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ പരിഗണിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അല്ലെങ്കിൽ എൻ്റെ ഏത് വീഡിയോയുടെ താഴെയുള്ള ലിങ്കിലും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റിച്വൽ ആരംഭിക്കല്ലേ. എവിടെയാണ് കാർഡുകൾ? ആദ്യം നമുക്ക് ആ കാർഡ് കണ്ടുപിടിക്കാം. അപ്പോൾ മനോഹരമായ നമ്മുടെ റൈഡർ ആൻഡ് വൈറ്റ് ഡെക്ക് ഞാൻ എടുത്തിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നും കാർഡ് കണ്ടുപിടിക്കണം. ഇതിൽ ഒരുപാട് കാർഡുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ 78 കാർഡുകളിൽ നമുക്ക് വേണ്ടത് ഒരേ ഒരു കാർഡാണ്. എവിടെയാണ് ആ കാർഡ്? ഏതാണ് ആ കാർഡ്? പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണോ? അല്ല. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണോ? അല്ല. ഹീറോ ഓഫ് ആണോ? അല്ല. ഹൈ പ്രൈസസ് ആണോ? അല്ല. ഇതാണ് ആ കാർഡ്. സത്യത്തിൽ നിങ്ങൾ പോലും ഞെട്ടിയിട്ടുണ്ടാവും. ഇത് ഡെത്ത് എന്ന് പറയുന്ന കാർഡാണ്. എന്തുകൊണ്ടാണ് ഡെത്ത് എന്ന് പറയുന്ന കാർഡ് നാം ഈ റിച്വലിന് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം ഈ കാർഡിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനുണ്ട്. അപ്പോൾ അടുത്തത് എന്താണ് ഈ കാർഡ് എന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ റിച്വലിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെത്ത് കാർഡ് എന്താണ് എന്ന് വിശദമായിട്ട് നോക്കാം. കാർഡ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു വെള്ളക്കുതിരയിലിരിക്കുന്ന ഒരു കറുത്ത വസ്ത്രധാരിനെയാണ് നമ്മൾ കാണുന്നത്. സൂക്ഷിച്ച് മുഖത്തേക്ക് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അവിടെ ഒരു മുഖമല്ല നിങ്ങൾ ദർശിക്കുന്നത്, പകരം ഒരു തലയോട്ടിയാണ്. വിരലുകൾ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊരു സ്കെലട്ടനാണ് അത് ഓടിക്കുന്നത്, ആ കുതിര എന്ന്. ആ രൂപത്തിൻ്റെ കയ്യിൽ നിങ്ങൾക്കൊരു കൊടി കാണാൻ പറ്റും. അതിൽ കാണുന്നത് മിസ്റ്റിക് റോസ് എന്ന് പറയുന്ന സിമ്പലാണ്. അത് നമ്മുടെ ആചാരപ്രകാരം അമൃത് എന്ന് പറയുന്നതാണ്. അതായത് മരണത്തിന് ശേഷം ഉയർത്തിനിൽപ്പിക്കുന്ന അല്ലെങ്കിൽ മരണമില്ലാത്ത ഒരു സംഭവം എന്നുള്ളത്. ഈ കാർഡ് ശരിക്കും ബൈബിളിലെ അപ്പോകാലിപ്സ് എന്ന് പറയുന്ന സംഭവമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഭാരതീയ പുരാണങ്ങളിലെ നിങ്ങൾക്ക് ദശാവതാരത്തിൻ്റെ അവസാനത്തെ അവതാരം എന്ന് പറയുന്ന കൽക്കി എന്ന് പറയുന്ന അവതാരത്തിലും ഒരു കുതിരപ്പുറത്തിരുന്ന് ലോകം അവസാനിച്ച് ഈ കലിയുഗത്തിന് ശേഷം സത്യയുഗമാണ് എന്നാണ് വിശ്വാസം. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു കാർഡാണ് എന്നാണ് ഈ ഡെത്ത് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഈ കാർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു അവസാനം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്കൊരു വ്യക്തിയെ മറക്കണമെങ്കിൽ അതിൻ്റെ അവസാനമാണ്. അതേപോലെ ട്രാൻസ്ഫോർമേഷൻ, നമുക്ക് രൂപാന്തരീകരണം എന്ന് പറയും. അത് നിങ്ങൾക്കറിയാമല്ലോ, ബട്ടർഫ്ലൈ, ചിത്രശലഭം ആകുന്നതിന് മുമ്പ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പ്യൂപ്പ എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അതിൽ നിന്ന് അത് രൂപാന്തരീകരണം സംഭവിച്ചിട്ടാണ് ചിത്രശലഭമാവുന്നത്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാനസികമായി ഒരു ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരീകരണത്തിൻ്റെ ഒരു സമയമാണ് ഡെത്ത് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ചിത്രത്തിൽ നിങ്ങൾ കണ്ടറിയാൻ പറ്റും 3 തരത്തിൽ ഒരാൾ ആ കുതിരയ്ക്ക് താഴെ മരിച്ചു കിടക്കുന്നുണ്ട്. ഒരു കൊച്ച്, ഒരു യൗവനത്തിലോ കൗമാരത്തിലുള്ള ഒരു കുട്ടി, പിന്നെ കുറച്ച് പ്രായമുള്ള ഒരാൾ, എല്ലാം ഡെത്തിനെ നോക്കി പ്ലീഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാലൻ വരുന്ന മാതിരിയാണ് പ്ലീഡ് ചെയ്യുന്നത്. പുറകിലായിട്ട് നിങ്ങൾക്ക് 2 ടവറും അതിൻ്റെ നടുക്ക് സൂര്യൻ്റെ ഇതും കാണാം. അപ്പോൾ പലപ്പോഴും നമ്മൾ സൂക്ഷിച്ച കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുതിരയുടെ പുറകിലായിട്ടൊരു ജലാശയമുണ്ട്, ഒരു നദി ഒഴുകുന്നുണ്ട്. അത് ഹെയ്ഡ്സ് എന്ന് പറയുന്ന നദിയാണ്. അതിൽ ചെറിയൊരു വഞ്ചിക്കാരനെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കാർഡ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു കാര്യം അവസാനിപ്പിച്ച് പുതിയ തുടങ്ങാനായി
ഉപയോഗിക്കുന്ന ഒരു കാർഡാണ് നമ്പർ 13. 13 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരു ദൗർഭാഗ്യത്തിൻ്റെ നമ്പറാണെന്ന് കൂടി പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് ചിഹ്നങ്ങൾ അതിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ എന്ന് പറയുന്നതാണ് ജീവിതത്തിൽ എപ്പോഴും എന്താ പറയുക, മാറാത്ത ഒരു വസ്തു എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡെത്ത് കാർഡ് ഉപയോഗിച്ച് നമ്മൾ റിച്വൽ ചെയ്യുന്നത്. അപ്പോൾ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഡെത്ത് കാർഡ് എടുക്കുക. അതല്ല എങ്കിൽ മൊബൈൽ ഫോണിൽ ഡെത്ത് ടാരോ കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് ഈ ഇമേജ് എടുത്ത് വെക്കുക. ഇനി നമുക്ക് റിച്വലിലേക്ക് കിടക്കാം. ഈ റിച്വൽ ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമെന്ന് പറയുന്നത് ഒന്നുകിൽ അമാവാസിയോ അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രനുള്ള ദിവസമാണ്. നമുക്ക് വേണ്ടത് ഒരു മെഴുകുതിരി വേണം, ഇത് കത്തിക്കാനായിട്ട് ഒരു ലൈറ്റർ വേണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, ആരെയാണോ മറക്കേണ്ടത് ആ വ്യക്തിയെ നമ്മളൊരു പേപ്പർ എടുത്ത് ഒരു പേനയിൽ എഴുതുകയാണ്. അപ്പോൾ എനിക്ക് മറക്കാനുള്ള ആളെ ഞാൻ എഴുതുകയാണ്, നിങ്ങൾക്ക് മറക്കാനുള്ള ആളെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ പേര് എഴുതിയിരിക്കുന്നു. അതിനുശേഷം നമ്മളത് മടക്കി ഇനി നമ്മൾ മെഴുകുതിരി കത്തിച്ച്, രാത്രിയാണ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണചന്ദ്രനുള്ള ദിവസമോ അല്ലെങ്കിൽ അമാവാസി ദിവസമോ നമ്മൾ ഈ മെഴുകുതിരി കത്തിക്കുന്നു. അതിനുശേഷം ശരിക്കും പച്ച കളർ മെഴുകുതിരി വേണമെന്നാണ് പറയുന്നത്. പച്ച ഞാൻ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം ഇത് വെച്ചിട്ട് റിച്വൽ ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഈ എഴുതിയ വ്യക്തിയെ ഇത് പേപ്പർ കയ്യിൽ പിടിച്ച് നമ്മളൊരു സെക്കൻഡ് ഇത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാണ്. ഈ വ്യക്തി നമ്മുടെ മനസ്സിൽ നിന്നും പോകുന്നതായി. അതിനുശേഷം നമ്മൾ പറയുന്നു, ഈ വ്യക്തി എൻ്റെ മനസ്സിൽ നിന്ന് പോട്ടെ, എൻ്റെ മനസ്സിൽ നിന്ന് പോട്ടെ, എൻ്റെ മനസ്സിൽ നിന്ന് പോട്ടെ. ടാരോ ഡെത്ത് കാർഡ് നമ്മൾ നോക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ പേപ്പറിൽ ഇത് കത്തിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഈ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്നും പോകണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇത് കത്തിച്ച് ഒരു സെക്കൻഡ് നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ആ വ്യക്തിക്ക് എന്താ പറയുക, മനസ്സിൽ നിന്ന് പൂർണ്ണമായി പോട്ടെ എന്ന് പറഞ്ഞ് നമ്മളത് വലിച്ചെറിയുന്നു, മെഴുകുതിരി അണയ്ക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ്, സൈനിങ് ഓഫ്.